നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന അവകാശ സംരക്ഷണ യാത്ര പ്രയാണം ആരംഭിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് യാത്ര ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് തിരിമറി ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ TI മധുസൂദനൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം BJPയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വലിയ പറമ്പ് കടലോരത്ത് തെരുവുനായ്ക്കളുടെ അക്രമത്തിൽ പരിക്കേറ്റ് കിടന്ന വിദേശ കടൽക്കാക്കയ്ക്ക് രക്ഷകരായി പ്രഭാത സവാരിക്കാരും വനംവകുപ്പ് അധികൃതരും. ഭീമനടിയിൽ നിന്നും വനംവകുപ്പ് അധികൃതരെത്തി പടന്ന മൃഗാശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. മുറിച്ചിട്ടും ചാകാതെ അയില. ഉടുപ്പി ജില്ലയിലെ മാൽപ്പേ തുറമുഖത്ത് നടന്ന അപൂർവ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നു. സമസ്ത 100ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് തളങ്കരയിൽ ഉജ്ജ്വല തുടക്കം. മാലിക് ദിനാർ പള്ളി പരിസരത്ത് നിന്നാരംഭിച്ച ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. മുഹിമ്മാത്ത് സ്ഥാപകർ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങളുടെ 20ാമത് ഉറൂസ് മുബാറക്കും സന്നദ്ധാന സമ്മേളനവും മുഹിമ്മാത്തിൽ നടക്കും. 31-ന് ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സന്നദ്ധാന അഹ്ദലിയ ആത്മീയ സമ്മേളനത്തോടെ സമാപിക്കും. വാർത്തകൾ വിശദമായി. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന അവകാശ സംരക്ഷണ യാത്ര പ്രയാണം ആരംഭിച്ചു. രാവിലെ 10 മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് യാത്ര ഉദ്ഘാടനം ചെയ്തു. SCU അവകാശ സംരക്ഷണ യാത്രയ്ക്ക് കാസർഗോഡ് ആവേശകരമായ തുടക്കം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് യാത്ര ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണം മാത്രമല്ല, ജനങ്ങളുടെ അവകാശങ്ങളും കൊള്ളയടിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് PK ഫിറോസ് ആരോപിച്ചു. വർഗീയത ഉയർത്തിക്കാട്ടി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കേരള സമൂഹത്തിന് മുന്നിൽ അപഹാസ്യരായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിക്ക് ഗിന്നസ് ബുക്കിൽ ഇടം ലഭിക്കുമെങ്കിൽ അത് ഇടത് സർക്കാരായിരിക്കുമെന്നും സംസ്ഥാനത്ത് വിഭാഗീയത സൃഷ്ടിക്കുവാനുള്ള നീക്കങ്ങളിൽ നിന്നും സർക്കാരും CPM-ഉം പിന്മാറണമെന്നും PK ഫിറോസ് ആവശ്യപ്പെട്ടു. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിട്ടാണ് ഇത്രയെങ്കിലും പ്രതികളെ പിടികൂടി ജയിലടക്കാൻ കഴിഞ്ഞത്. ആരൊക്കെ? CPM-ന്റെ മുൻ MLA, ജില്ലാ കമ്മിറ്റി അംഗം, സെക്രട്ടേറിയറ്റ് മെമ്പർ വരിയായി ജയിലിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരു ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടായപ്പോഴേക്ക് ഇത്രയധികം CPM നേതാക്കന്മാർ ജയിലിൽ പോയിട്ടുണ്ട് എങ്കിൽ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ ഒരു സംശയം വേണ്ട, CPM-ന്റെ സെക്രട്ടറി യോഗം ചേരുക AKG സെന്ററിലായിരിക്കില്ല, പൂജപ്പുര ജയിലായിരിക്കും. ഈ നാട്ടിൽ വിദ്വേഷമുണ്ടാക്കി, ഈ നാട്ടിൽ വിഭാഗീയത ഉണ്ടാക്കി മൂന്നാമതും അധികാരത്തിൽ വരാമെന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നുവെങ്കിൽ കേരളം പുറങ്കാലം കൊണ്ട് നിങ്ങളെ ചവിട്ടി ഓടിക്കുക തന്നെ ചെയ്യുമെന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് SCU-ന്റെ പ്രവർത്തകരോട്, SCU-ന്റെ നേതാക്കന്മാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ധൈര്യമായി ഈ സമരവുമായി മുന്നോട്ട് പോവുക. നിങ്ങളെ സ്വീകരിക്കാൻ കേരളത്തിലെ തെരുവോരങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർക്കാർ ജീവനക്കാർ മാത്രമായിരിക്കില്ല, ആബാലവൃദ്ധം ജനങ്ങളായിരിക്കും. കാരണം അവരുടെ വികാരങ്ങളൊക്കെ എടുത്താണ് നിങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ജാഥ ഡയറക്ടർ റാഫി പോത്തൻകോട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ PI ഷാഹുൽ ഹമീദ്, VJ സലീം ഇടുക്കി, ഗഫൂർ പന്തീർപ്പാടം, OM ഷഫീഖ്, ഹമീദ് കുന്നുമൽ, T സലീം, സമീർ VP, PC റഫീഖ്, S ഷമീം, മാട്ടി മുഹമ്മദ്, അലി കരുവാരക്കുണ്ട്, സലീം അലിക്കൽ, NP മുഹമ്മദ് അലി, നൌഫൽ നെക്രാജ്, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ നെല്ലിക്കട്ട, ജനറൽ സെക്രട്ടറി ഷിഹാബ് OM, ഹാഷിം AR തുടങ്ങിയവർ നേതൃത്വം നൽകി. കാസർഗോഡ് കലക്ട്രേറ്റിൽ നടന്ന സ്വീകരണം സംസ്ഥാന ട്രഷറർ നാസർ നങ്ങാരത്ത് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ നെല്ലിക്കട്ട അധ്യക്ഷത വഹിച്ചു. സലീം ആലിക്കൽ, സമീർ VP തുടങ്ങിയവർ സംസാരിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ് കൊള്ള അവസാനിപ്പിക്കുക, ലീവ് സറണ്ടർ അനുവദിക്കുക, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SCU അവകാശ സംരക്ഷണ യാത്ര നടത്തുന്നത്. SCU സംസ്ഥാന പ്രസിഡന്റ് സിബി മുഹമ്മദ് ക്യാപ്റ്റനും ജനറൽ സെക്രട്ടറി ആമിർ കോഡൂർ വൈസ് ക്യാപ്റ്റനുമായി നടത്തുന്ന ജാഥ 14 ജില്ലകളിലൂടെ കടന്നുപോയി ഫെബ്രുവരി 11-ന് തിരുവനന്തപുരത്ത് സമാപിക്കും.
റാഫി പോത്തൻകോട് ഡയറക്ടറും MA മുഹമ്മദ് അലി കോഓർഡിനേറ്ററായും റഷീദ് മുളവൂർ മാനേജരുമായാണ് യാത്ര നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഫണ്ട് തിരിമറി ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ TI മധുസൂദനൻ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സെൻട്രൽ ബസാറിൽ പോലീസ് മാർച്ച് തടഞ്ഞു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് തിരിമറി ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ TI മധുസൂദനൻ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. സെൻട്രൽ ബസാറിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. CPMന്റെ മുതിർന്ന നേതാക്കൾ ഫണ്ട് കട്ടെടുത്താൽ പോലും BJPക്ക് പ്രശ്നമില്ല. എന്നാൽ TI മധുസൂദനൻ MLA ജനപ്രതിനിധിയാണ് എന്നത് ഗൗരവമായി കാണുന്നതുകൊണ്ടാണ് പരസ്യ പ്രതിഷേധവുമായി BJP രംഗത്തിറങ്ങിയതെന്ന് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള ആളുകൾ അവർക്ക് വേറൊരു ലക്ഷ്യമില്ല. അവരെ ഭാരതീയ ജനതാ പാർട്ടി, നിങ്ങൾക്ക് കോൺഗ്രസ് പോയിട്ട് കാര്യമില്ല, നിങ്ങൾ CPMൽ നിന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ കള്ളന്മാരല്ലാത്ത നരേന്ദ്രമോദി നയിക്കുന്ന ഈ പ്രസ്ഥാനം, അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും മധുസൂദനെതിരായ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം അണിനിരക്കണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വന്ദേ ഭാരതം. കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് P വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വലിയ പറമ്പ് കടലോരത്ത് തെരുവുനായ്ക്കളുടെ അക്രമത്തിൽ പരിക്കേറ്റു കിടന്ന വിദേശ കടൽക്കാക്കയ്ക്ക് രക്ഷകരായി പ്രഭാത സവാരിക്കാരും വനംവകുപ്പ് അധികൃതരും. ഭീമനടിയിൽ നിന്നും വനംവകുപ്പ് അധികൃതരെത്തി പടന്ന മൃഗാശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി നിരീക്ഷണത്തിനായി കൊണ്ടുപോയി. ചൊവ്വാഴ്ച രാവിലെ 7:30ഓടെയാണ് വലിയ പറമ്പ് കടലോരത്ത് കാലിച്ചാൻകാവിനടുത്തുള്ള ഭാഗത്ത് നടക്കാനോ പറക്കാനോ പറ്റാത്ത നിലയിൽ ലാസർ ബ്ലാക്ക് ബാക്ക്ഡുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ട കടൽക്കാക്കയെ പരിക്കേറ്റ നിലയിൽ പ്രഭാത സവാരിക്കാർ കണ്ടെത്തിയത്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ കാലാവസ്ഥയ്ക്കനുസരിച്ചെത്തുന്ന ഈ വിഭാഗത്തിലുള്ള കടൽക്കാക്കകളെ വലിയ പറമ്പിൽ സ്ഥിരമായി കാണാറുണ്ട്. തൃക്കരിപ്പൂരിലെ രാജേഷ് ഈയക്കാട്, ഷാജി കപ്പണക്കാൽ എന്നിവരാണ് കടലോരത്തുകൂടെ നടക്കുന്നതിനിടയിൽ പരിക്കേറ്റു കിടന്ന കടൽക്കാക്കയെ കണ്ടത്. നാട്ടുകാർ വനംവകുപ്പ് ഭീമനടി സെക്ഷൻ ഓഫീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വനംവകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ A രമിത, U സുധീഷ് എന്നിവർ വലിയ പറമ്പിലെത്തി പടന്ന മൃഗാശുപത്രിയിലേക്ക് കടൽക്കാക്കയെ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നൽകി ഭീമനടി വനംവകുപ്പ് ഓഫീസിലെത്തിക്കുകയായിരുന്നു. 2 ദിവസം നിരീക്ഷിച്ച് ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിടുമെന്ന് അധികൃതർ അറിയിച്ചു. ഉർമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മുറിച്ചിട്ടും ചാകാതെ അയില. ഉടുപ്പി ജില്ലയിലെ മാൽപ്പെ തുറമുഖത്ത് നടന്ന അപൂർവ സംഭവം എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ചാകാത്ത മത്സ്യത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ്. സമസ്ത 100ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് തളങ്കരയിൽ ഉജ്ജ്വല തുടക്കം. മാലിക് ദീനാർ പള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ച ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. പുറപ്പെടുന്നത് 2 വാക്ക് പറയാൻ വേണ്ടി റഷീദിനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട നേതാക്കളെ, നമ്മുടെ സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളനത്തിൻ്റെ ഭാഗമായി തളങ്കര റേഞ്ച് മദ്രസ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ സഹകരണത്തോടു കൂടി സംഘടിപ്പിക്കപ്പെട്ട പദയാത്ര, കാൽനടയാത്രയാണ് ഇവിടുന്ന് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. സമസ്തയുടെ 100ാം വാർഷികത്തോട് കുണിയയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ പ്രചരണ ഭാഗമായി സമസ്ത മദ്രസ മാനേജ്മെന്റ് ജമിയത്തുൽ മുഅല്ലിമീൻ തളങ്കര റേഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട ജാഥയ്ക്ക് തളങ്കരയിൽ ഉജ്ജ്വല തുടക്കം.
മാലിക് ദിനാർ പള്ളി പരിസരത്ത് വച്ച് തളങ്കര റേഞ്ച് പ്രസിഡന്റ് ഹസൈനാർ ഹാജി തളങ്കരയ്ക്ക് പതാക കൈമാറി ജില്ലാ സെക്രട്ടറി റഷീദ് ബെളിഞ്ചം ഉദ്ഘാടനം ചെയ്തു. മജീദ് ബാഘവി, ചെങ്കളം അബ്ദുള്ള ഫൈസി, അബ്ദുൾ സലാം ധാരിമി, അബ്ദുൾ റഹ്മാൻ ബാങ്കോട്, അബ്ദുൽ ലത്തീഫ് അഷ്റഫി, UK യൂസഫ് പുലിക്കുന്ന്, ഷംസുദ്ദീൻ തായൽ, TA ഷാഫി, സിയാദ് തെരുവത്ത്, ഹനീഫ് പള്ളിക്കാൽ, അബ്ദുനജാദ്, സുബൈർ പടിഞ്ഞാർ, റൌഫ് തായലങ്ങാടി, മുനീർ ബിസ്മില്ല, ഹക്കീം ജദീദ് റോഡ്, പീഡേക്കാരൻ മഹമ്മൂദ്, നാസർ കൊറക്കോട്, മൊയ്തു കമ്പ്യൂട്ടർ, ഷെരീഫ് വോളിബോൾ, സിയാദ് തെരുവത്ത്, അബ്ദുള്ള ധാരവി, അബ്ദുള്ള കുഞ്ഞി പടിഞ്ഞാർ, ബഷീർ ദാരിമി, ഷെരീഫ് മൗലവി, സഹീദ് ഹാമിദി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുഹിമാത്ത് സ്ഥാപകർ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങളുടെ 20ാമത് ഉറൂസ് മുബാറക്കും സന്നദ്ധാന സമ്മേളനവും മുഹിമാത്തിൽ നടക്കും. 31-ന് ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സന്നദ്ധാന അഹ്ദലിയ ആത്മീയ സമ്മേളനത്തോടെ സമാപിക്കും. സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ പ്രമുഖർ 4 ദിവസത്തെ പരിപാടിയിൽ സംബന്ധിക്കും. സിയാറത്ത് വിളംബര റാലി, ഖുർആൻ ദൗറ, തമിഴ് പ്രതിനിധി സമ്മേളനം, സ്വലാത്ത് മജ്ലിസ്, മതപ്രഭാഷണം, റാത്തീബ് മൗലീദ് മജ്ലിസുകൾ, സാംസ്കാരിക സമ്മേളനം, അനുസ്മരണ സംഗമം തുടങ്ങി വിവിധ പരിപാടികൾ ഉറൂസിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിളംബര റാലി നടക്കും. 5 മണിക്ക് പതാക ഉയർത്തലും രാത്രി 7 മണിക്ക് ദൗറത്തുൽ ഖുർആൻ ഉദ്ഘാടന സമ്മേളനം നടക്കും. സമസ്ത കേന്ദ്ര മുഷാവറംഗവും സൈദിയുടെ പ്രിൻസിപ്പളുമായ സയ്യിദുൽ ഉലമ AP അബ്ദുള്ള മുസ്ലിയാർ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച 29-ാം തീയതി രാവിലെ ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ തമിഴ് സമ്മേളനവും അന്ന് തന്നെ നടക്കും. വൈകുന്നേരം മതപ്രഭാഷണം നടക്കും. പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം റാത്തീബ് മജ്ലിസ് എന്ന ആത്മീയ സംഗമങ്ങൾ നടക്കും. രാത്രി പ്രഭാഷണമാണ്. 31-നാണ് പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുന്നത്. ഈ വർഷം സ്ഥാപനത്തിൽ നിന്ന് ബിരുദം വാങ്ങുന്ന വിശുദ്ധ ഖുർആൻ മനപ്പാടാക്കിയ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ മതരംഗത്ത് കോഴ്സ് പൂർത്തിയാക്കിയ ആളുകൾ, അവർക്ക് സനദ് നൽകും, ബിരുദം നൽകും. 80 ആലിമീങ്ങൾ ഈ വർഷം സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. വൈകുന്നേരമാണ് ആത്മീയ സമ്മേളനവും സന്നദ്ധാന സമ്മേളനവും നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ, കുമ്പോൽ തങ്ങൾ തുടങ്ങിയ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രമുഖർ സംബന്ധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 992-ലാണ് മുഹിമാത്ത് എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ വളരെ അവികസിതമായ ഒരു മേഖലയായിരുന്നു കുത്തിക പഞ്ചായത്ത്. ഇന്ന് അത് എല്ലാ നിലക്കും ഒരുപാട് 35-ലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി 4000-ഓളം വിദ്യാർത്ഥികൾ ഇന്നവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 1550 കുട്ടികളും താമസിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇവർക്കുള്ള താമസം, ഭക്ഷണം, വിദ്യാഭ്യാസം എല്ലാം സമൂഹം അത് നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നതിലുപരി ഒരു വലിയ കാരുണ്യ സ്ഥാപനമായിട്ടാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ 12 വയസ്സിന് താഴെയുള്ള അനാഥകളായ ചെറിയ കുഞ്ഞുമക്കളുണ്ട്. ആ മക്കളെ അവരവരുടെ വീടുകളിൽ ഉമ്മയുടെ അടുക്കൽ തന്നെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി സ്ഥാപനം മുൻകൈയെടുത്ത് നടത്തുന്നുണ്ട്. നിലവിൽ 630 ചെറിയ യതീമുകളായ അനാഥകളായ കുഞ്ഞുമക്കൾക്ക് ഓരോ മാസവും 1500 രൂപ വീതം വീടുകളിലേക്ക് ഉമ്മക്ക് കൊടുത്തിട്ട് ഉമ്മന്റെ അടുക്കൽ തന്നെ സംരക്ഷിക്കുന്നുണ്ട്. മുഹിമാത്ത് ജനറൽ സെക്രട്ടറി BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, ട്രഷറർ ഹാജി അമീർ അലി ചൂരി, വൈസ് പ്രസിഡന്റ് പള്ളങ്കോട് അബ്ദുൾ ഖാദർ മദനി, സെക്രട്ടറി മൂസ സഖാഫി കളത്തൂർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ അബൂബക്കർ കാമിൽ സഖാഫി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യവുമായി തുടരുന്ന ജനകീയ സമരത്തിന് പിന്തുണയായി ആരിക്കാടിയിലെ പ്രശസ്ത കേക്ക് മേക്കർ ഫർസാന ഷഫാഫ് പ്രതിഷേധാത്മക കേക്കുമായി സമരവേദിയിലെത്തി. മെഡിക്കൽ കോളേജ് എന്ന ജനങ്ങളുടെ അവകാശത്തെ ചൂണ്ടിക്കാട്ടുന്ന പ്രത്യേക തീമിൽ തയ്യാറാക്കിയ കേക്കാണ് സമരവേദിയിൽ അവതരിപ്പിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യത്തോടെ നടക്കുന്ന ജനകീയ സമരത്തിന് പിന്തുണയായി ആരിക്കാടിയിലെ പ്രശസ്ത കേക്ക് മേക്കർ ഫർസാന ഷഫാഫ് പ്രതിഷേധാത്മക കേക്ക് തയ്യാറാക്കി സമരവേദിയിലെത്തിച്ചു. മെഡിക്കൽ കോളേജ് എന്ന ജനങ്ങളുടെ അവകാശത്തെ ചൂണ്ടിക്കാട്ടുന്ന പ്രത്യേക തീമിൽ തയ്യാറാക്കിയ കേക്ക് സമരവേദിയിൽ അവതരിപ്പിച്ചത്
പ്രതിഷേധത്തിന് പുതിയൊരു സൃഷ്ടിപരമായ മുഖം നൽകി. ആരോഗ്യം അവകാശമാണെന്നും കാസർഗോഡിന് മെഡിക്കൽ കോളേജ് അനിവാര്യമാണെന്നും ഈ പ്രതീകാത്മക പ്രതിഷേധത്തിലൂടെ ഫർസാന ഷഫാഫ് വ്യക്തമാക്കി. സമരവേദിയിലെത്തിയ കേക്ക് പ്രതിഷേധം ജനങ്ങളുടെയും സമരസമിതിയുടെയും വലിയ അഭിനന്ദനം നേടി. സ്ത്രീകളുടെയും കലാപരമായ ഇടപെടലുകളുടെയും സാന്നിധ്യം സമരത്തിന് കൂടുതൽ കരുത്തു പകരുന്നതായി സംഘാടകർ അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയർന്നുവന്ന സാഹചര്യത്തിൽ ജനകീയ സമരം ശക്തമായി തുടരുകയാണ്. വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും സാധാരണ ജനങ്ങളും സമരത്തിന് പിന്തുണയുമായി മുന്നോട്ടു വരുന്നത് സമരത്തിന്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ഫർസാനയ്ക്ക് പ്രമുഖ വ്യവസായി MP ഷാഫി ഹാജി ഉപഹാരം നൽകി. സമരസമിതി ചെയർമാൻ മാഹിൻ കേളോട്ട്, നാസർ ചെർക്കള, ഷാഫി പാറക്കട്ട്, MA നജീബ്, ഹമീദ് കടഞ്ചി, ഹനീഫ് സൽക്കിങ്, അനീസ് ബദിയുടുക്ക, ഉസ്മാൻ പള്ളിക്കാൽ, അബ്ദുൾ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വ്യാപാരി വ്യവസായി സമിതി മൊഗ്രാൽ പുത്തൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന് മുന്നിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. വ്യാപാരികളും തൊഴിലാളികളും കുടുംബാംഗങ്ങളും സമരത്തിൽ അണിനിരന്നു. പ്ലാസ്റ്റിക്കിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക, തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, തെരുവോര കച്ചവടം നിയന്ത്രിക്കുക, വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥ നടപടി അവസാനിപ്പിക്കുക, ഹൈവേ വികസനത്തിന്റെ ഭാഗമായി കുടി ഒഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്തുക, ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് കൊണ്ടുവരിക, ചെറുകിട വ്യാപാരികൾക്ക് പലിശരഹിത വായ്പകൾ നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി സമിതി മൊഗ്രാൽ പുത്തൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന് മുന്നിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. വ്യാപാരികൾ, തൊഴിലാളികൾ, കുടുംബാംഗങ്ങൾ എന്നിവർ മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നു. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കടയടച്ചാണ് വ്യാപാരികൾ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്. രാവിലെ ചൗക്കിയിൽ നിന്നും പ്രകടനവും നടത്തി. നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു. ജീവിക്കാനാണ് സമരം, ജീവിക്കാനാണ് സമരം. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, വ്യാപാരി വ്യവസായി സമിതി സിന്ദാബാദ്, വ്യാപാരി വ്യവസായി സമിതി സിന്ദാബാദ്, മനുഷ്യച്ചങ്ങല സിന്ദാബാദ്, മനുഷ്യച്ചങ്ങല സിന്ദാബാദ്. പ്ലാസ്റ്റിക്കിന്റെ പേര് പറഞ്ഞ്, പ്ലാസ്റ്റിക്കിന്റെ പേര് പറഞ്ഞ് വ്യാപാരികളെ ദ്രോഹിക്കുന്ന, വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥക്കാലത്ത്, ഉദ്യോഗസ്ഥക്കാലത്ത് അവസാനിക്കുന്ന സർക്കാർ, അവസാനിക്കുന്ന സർക്കാർ തുടർന്ന് നടന്ന മനുഷ്യച്ചങ്ങല വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി ശോഭാ ബാലൻ ഉദ്ഘാടനം ചെയ്തു. സമിതി മഹിളാ വിംഗ് പ്രസിഡന്റ് ജാനകി D അധ്യക്ഷത വഹിച്ചു. സമിതി ജില്ലാ പ്രസിഡന്റ് ഗോപാലൻ, ജില്ലാ ട്രഷറർ ഉദയൻ പാലായി, സമിതി മഹിളാ വിംഗ് ജില്ലാ സെക്രട്ടറി ലിജു അബൂബക്കർ, ജില്ലാ പ്രസിഡന്റ് അനിത രമേശൻ, ജില്ലാ ട്രഷറർ സൗമ്യ, സമിതി ഏരിയ സെക്രട്ടറി പ്രകാശൻ, സമിതി ഏരിയ പ്രസിഡന്റ് റിയാസ്, സമിതി യൂണിറ്റ് പ്രസിഡന്റ് വിജയകുമാർ, സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് ഖദീജ കല്ലംകടി എന്നിവർ സംസാരിച്ചു. കൂടാതെ ഏരിയ യൂണിറ്റ് നേതാക്കളും മറ്റു പ്രമുഖരുമുൾപ്പെടെ നിരവധി പേർ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊടിയമ്മ CH മുഹമ്മദ് കോയ സ്മാരക ഗ്രന്ഥാലയത്തിൽ അക്ഷരക്കരോൾ സംഘടിപ്പിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കൊടിയമ്മ CH മുഹമ്മദ് കോയ സ്മാരക ഗ്രന്ഥാലയത്തിൽ അക്ഷരക്കരോൾ സംഘടിപ്പിച്ചു. വായനാ സന്ദേശം വീടുകളിലെത്തിക്കുകയെന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. ലൈബ്രറി പരിസരത്തെ നിരവധി വീടുകളിലെത്തി ഗ്രന്ഥശാല പ്രവർത്തകർ അക്ഷര സന്ദേശം നൽകി. തുടർന്ന് കൊടിയമ്മ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച അക്ഷരക്കരോൾ റാലി ലൈബ്രറി പരിസരത്ത് സമാപിച്ചു. ഗ്രന്ഥാലയം പ്രസിഡന്റ് അഷ്റഫ് കൊടിയമ്മ, സെക്രട്ടറി I മുഹമ്മദ് റഫീഖ്, ലൈബ്രറിയൻ അബ്ദുൾ ഖാദർ വിൽറോഡി, മാക്സിം റോസ്റ്റൻ ഡിസോസ, അബ്ദുള്ള മൈങ്കൂടൽ, മഷൂദ് ഊജാർ എന്നിവർ നേതൃത്വം നൽകി. രാവിലെ ലൈബ്രറി പരിസരത്ത് പഞ്ചായത്തംഗം അബ്ബാസ് ദേശീയ പതാക ഉയർത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ദേശീയ ഹരിതസേനയുടെ മഞ്ചേശ്വരം ഉപജില്ലാ തീമാറ്റിക് ക്യാമ്പയിൻ ധർമ്മത്തെടുക്ക SDPHSSൽ നടന്നു. മായിപ്പാടി ഡയറ്റ് പ്രിൻസിപ്പൽ രഘുറാം ഭട്ട് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ പൊതുസ്ഥലം വൃത്തിയാക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയും ചെയ്തു. ദേശീയ ഹരിതസേനയുടെ മഞ്ചേശ്വരം ഉപജില്ലാ തീമാറ്റിക് ക്യാമ്പയിൻ ധർമ്മത്തെടുക്ക ശ്രീ ദുർഗ പരമേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മായിപ്പാടി ഡയറ്റ് പ്രിൻസിപ്പൽ രഘുറാം ഭട്ട് ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം AEO ജോർജ് ക്രാസ്റ്റ, സ്കൂൾ മാനേജർ ശങ്കരനാരായണ ഭട്ട്, സ്കൂൾ ഹെഡ്മാസ്റ്റർ P ശശികുമാർ, വാർഡ് മെമ്പർ ശ്രീനിവാസൻ, NGC ജില്ലാ കോർഡിനേറ്റർ TM സുസ്മിത എന്നിവർ സംസാരിച്ചു. ജൈവ വൈവിധ്യ സംരക്ഷണത്തെക്കുറിച്ച് പ്രശസ്ത പക്ഷി നിരീക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ രാജു കീതൂർ ക്ലാസ് എടുത്തു. തുടർന്ന് കുട്ടികൾ പൊതുസ്ഥലം വൃത്തിയാക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയും ചെയ്തു. അധ്യാപകരായ ശില്പ, തുളസി, വിജേത, സൗമ്യ, അഭിലാഷ്, രാജ്കുമാർ, സുമന എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാധ്യമപ്രവർത്തകർ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടന്ന മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമപ്രവർത്തകർ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടന്ന മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻഡോസൾഫാൻ വിഷയത്തിലടക്കം ജില്ലയിലെ മാധ്യമപ്രവർത്തകർ കാണിച്ച സാമൂഹിക പ്രതിബദ്ധതയാണ് അത് നിരോധിക്കുന്നതടക്കമുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും സാബു എബ്രഹാം കൂട്ടിച്ചേർത്തു. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും, കാസർഗോഡ് ഉയരങ്ങളിലേക്ക് എറണാകുളം കാസർഗോഡ് എന്ന ഒരു ക്യാമ്പയിൻ, പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയയാണ് അതിന് ബേസായി എടുത്തുകൊണ്ടൊരു പ്രചരണം സംഘടിപ്പിക്കുകയും മാധ്യമപ്രവർത്തകർ അതിന് നന്നായി ഞങ്ങൾക്ക് സഹകരിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നാടിന്റെ പൊതുവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമ്പരാഗതമായ വികസന പ്രക്രിയകളുണ്ട്. അത് റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി ആവശ്യം. അത് സ്പോണ്ടേനിയസ് ആയി നമ്മുടെ മുമ്പിൽ വിവിധങ്ങളായ പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഞങ്ങൾ ഈ പുതിയ ക്യാമ്പയിന്റെ ഭാഗമായി ആഗ്രഹിച്ചത് നൂതനമായ പദ്ധതികൾ നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലുള്ളവർക്ക് അവർ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവരായാലും ഏത് ഭാഷ സംസാരിക്കും, സപ്തഭാഷകളുടെ സംഗമഭൂമിയായ കാസർഗോഡ്, ആ സപ്തഭാഷകളുടെ സംഗമഭൂമിയായ കാസർഗോഡ് ഏത് ഭാഷകൾ സംസാരിക്കുന്ന ലോകത്തെവിടെയുമുള്ള കാസർഗോഡുകാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരമാണ് ഞങ്ങൾ നൽകിയത്. നൂതനമായ ആശയങ്ങളെയാണ് അതിൽ തെരഞ്ഞെടുക്കുക. അതിന്റെ 22-ാം തീയതി വരെയാണ് അതിനു വേണ്ടിയുള്ള അഭിപ്രായങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സമയം ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഇന്നും അതിനുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രാഥമികമായ ഒരു പരിശോധന നടത്തുമ്പോൾ ഏതാണ്ട് 200ഓളം വരുന്ന പുതിയ പഴയതുമായിട്ടുള്ള ആശയങ്ങൾ അതിന്റെ ഭാഗമായിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ, സെക്രട്ടറി ബാബു കോട്ടപ്പാറ എന്നിവർ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കിഴക്കുംകര ശാന്തി കലാമന്ദിരം വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ആഹ്വാനം ചെയ്ത റിപ്പബ്ലിക് സദസ്സിന്റെ ഉദ്ഘാടനവും അക്ഷര കരോളും സംഘടിപ്പിച്ചു. ഗ്രന്ഥാലയം പരിധിയിൽ കരോൾ സംഘം ഘോഷയാത്രയായി സന്ദർശനം നടത്തി ഭരണഘടനയുടെ ആമുഖം പ്രദർശിപ്പിച്ചു. കിഴക്കുംകര ശാന്തി കലാമന്ദിരം വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ആഹ്വാനം ചെയ്ത റിപ്പബ്ലിക് സദസ്സിന്റെ ഉദ്ഘാടനവും അക്ഷര കരോളും സംഘടിപ്പിച്ചു. ഗ്രന്ഥാലയം പരിധിയിൽ കരോൾ സംഘം ഘോഷയാത്രയായി സന്ദർശനം നടത്തി ഭരണഘടനയുടെ ആമുഖം പ്രദർശിപ്പിച്ചു. മുത്തുകുടകളുടെയും ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയോടെ ഗാന്ധിജി, ഡോക്ടർ അംബേദ്കർ തുടങ്ങിയ വേഷങ്ങളും സാംസ്കാരിക നായകരുടെ ചിത്രങ്ങളും മുദ്രാവാക്യങ്ങളും പതിച്ച പ്ലക്കാർഡുകളും ഏന്തി നടത്തിയ ഘോഷയാത്രയിൽ ഗ്രന്ഥാലയം ബാലവേദി, വനിതാവേദി, യുവജനവേദി അംഗങ്ങളടക്കം നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന റിപ്പബ്ലിക് സദസ്സിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, ഗ്രന്ഥാലയം സെക്രട്ടറി K വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്
ഇന്ത്യ സ്വതന്ത്രമായി 1947 ആഗസ്റ്റ് 15-ാം തീയതിയാണ്. ഏകദേശം 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. ആ സ്ഥിതിക്ക് 1950 ജനുവരി 26 ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഭരണഘടന ഇപ്പോൾ 76 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വർഷങ്ങളിലെല്ലാം തന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചും ഒട്ടനവധി പ്രയാസങ്ങളുണ്ടാകുന്ന സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ സങ്കല്പത്തിന് പ്രയാസം അനുഭവിക്കുന്ന രീതിയിൽ ഇന്ത്യ രാജ്യത്തെ അങ്ങോളം ഇങ്ങോളം വർഗീയ ശക്തികൾ, ചിത്തശക്തികൾ കുഴപ്പങ്ങൾക്കും മറ്റ് പ്രയാസങ്ങൾക്കും രൂപം നൽകുകയാണ്. ഗ്രന്ഥാലയം ഭാരവാഹികളായ വി നാരായണൻ, കെ ഉഷ, എം കെ വിജയകുമാർ, കെ ദേവി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മലപ്പച്ചേരി ന്യൂ മലബാർ അന്തേവാസികൾക്ക് കേൾവി സഹായ ഉപകരണവുമായി റോട്ടറി മിഡ് ടൗൺ കാഞ്ഞങ്ങാട്. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ബിജേഷ് മാനുവൽ കേൾവി സഹായ ഉപകരണം വിതരണം ചെയ്തു. മൽപ്പച്ചേരി ന്യൂ മലബാർ അന്തേവാസികൾക്ക് കേൾവി സഹായ ഉപകരണമായി റോട്ടറി മിഡ് ടൗൺ കാഞ്ഞങ്ങാട് റോട്ടറി ഗവർണറുടെ ഒഫീഷ്യൽ വിസിറ്റിന്റെ ഭാഗമായി കേൾവി സഹായി ലൈഫ് ഓഡിയോളജി കാഞ്ഞങ്ങാടിന്റെ സഹകരണത്തോടെ മൽപ്പച്ചേരി ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രത്തിൽ അന്തേവാസികൾക്ക് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ബിജേഷ് മാനുവൽ വിതരണം ചെയ്തു. തുടർന്ന് കാഞ്ഞങ്ങാട് റെസിഡൻസിയിൽ നടന്ന യോഗത്തിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ബിജോഷ് മാനുവൽ മുഖ്യാതിഥിയായി. And I also must say about the hospitality of Rotary Kanjangad Midtown. And from the moment they received us till now, like we could feel at home, and your hospitality is impeccable and so wonderful. And ZZ and AG was telling about the project visit we had today. Really heart-touching project you have done, and the destitute home kind of place we visited today. Really, I'm really confused where our society is moving now. You can see a lot of our old parents really abandoned by the kids, and really we feel sad to see. We could see 120 parents and like a few other with another reasons, mentally, physically handicapped people are there. റോട്ടറി പ്രസിഡന്റ് AV തോമസ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഗവർണർ വില്യംസ് ജോസഫ്, GGR ബിനോയ് കുര്യൻ എന്നിവർ സംസാരിച്ചു. TV രമേശൻ സ്വാഗതവും സെക്രട്ടറി ഗലീഷ് അള്ളക്കോട്ട നന്ദിയും പറഞ്ഞു. നമ്മുടെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും പ്രവർത്തനങ്ങളുടെയും ക്ലബിന്റെ നടത്തിപ്പിന്റെ വിലയിരുത്തലുകളാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഞാൻ ദീർഘമായി സംസാരിക്കാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ സായാഹ്നം സന്തോഷകരമാക്കി തീർക്കുന്നതിൽ നമ്മുടെ ആദരണീയനായ DGയും അദ്ദേഹത്തിന്റെ പ്രിയപത്നിയുടെ സാന്നിധ്യം വളരെയേറെ സഹായിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന അവകാശ സംരക്ഷണ യാത്ര പ്രയാണം ആരംഭിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് യാത്ര ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് തിരിമറി ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ TI മധുസൂദനൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം BJPയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വലിയ പറമ്പ് കടലോരത്ത് തെരുവുനായ്ക്കളുടെ അക്രമത്തിൽ പരിക്കേറ്റ് കിടന്ന വിദേശ കടൽക്കാക്കയ്ക്ക് രക്ഷകരായി പ്രഭാത സവാരിക്കാരും വനംവകുപ്പ് അധികൃതരും. ഭീമനടിയിൽ നിന്നും വനംവകുപ്പ് അധികൃതരെത്തി പടന്ന മൃഗാശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. മുറിച്ചിട്ടും ചാകാതെ അയില. ഉടുപ്പി ജില്ലയിലെ മാൽപ്പേ തുറമുഖത്ത് നടന്ന അപൂർവ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നു. സമസ്ത 100ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് തളങ്കരയിൽ ഉജ്ജ്വല തുടക്കം. മാലിക് ദിനാർ പള്ളി പരിസരത്ത് നിന്നാരംഭിച്ച ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. മുഹിമ്മാത്ത് സ്ഥാപകർ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങളുടെ 20ാമത് ഉറൂസ് മുബാറക്കും സന്നദ്ധാന സമ്മേളനവും മുഹിമ്മാത്തിൽ നടക്കും. 31 ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സന്നദ്ധാന അഹ്ദലിയ ആത്മീയ സമ്മേളനത്തോടെ സമാപിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.